ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് ട്ടോ. ഒരു പുതിയാപ്ല സ്പെഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ സ്റ്റൈലിലുള്ള ഒരു പാൽ പത്തിരിയാണ് ട്ടോ ഇത്. ഞങ്ങൾ എപ്പളും ഉണ്ടാക്കുന്ന ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അടിപൊളിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പം നാട്ടിലത്തെ ചൂടോണ്ടൊക്കെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അവിടെ ഇട്ടേച്ച് പോരാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ട്ടോ ഇത്. സിമ്പിളാണ്, ഒന്നും പ്രയാസമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപാര ടേസ്റ്റുമാണ് പാൽപ്പത്തിരി, പാൽക്കറി. അപ്പോൾ ദാ ആദ്യം തന്നെ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തീയൊന്നും കത്തിച്ചിട്ടില്ല. ആദ്യം തന്നെ ദാ 1 കിലോ ബീഫ്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. നെയ്യൊക്കെ ഉള്ള, കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ദാ ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞതും, ഒരു 3, 4 പച്ചമുളകും. ഞാനിവിടെ എടുത്ത പച്ചമുളക് കുറഞ്ഞു പോയതുകൊണ്ട് എരിവ് കുറവായിരുന്നു ട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 10 പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ. ഞാനൊരു 3, 4 എണ്ണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തീരെ എരിവ് പിടിച്ചിട്ടില്ല. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ദാ അതിൻ്റെ കൂടെ കുറച്ച് ഒരു പിടി കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ ട്ടോ. അരമുറി ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി 2 പൊടികളാണ്. 1 ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഇതിൽ പൊടിയുള്ളൂ ട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരു 1½ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് കുഴക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ കയ്യിൽ വെച്ചിട്ടാണ് കുഴക്കുന്നത് ട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാന്ന് പറയില്ല, അങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കംപ്ലീറ്റ് എല്ലാം എല്ലാ രീതിയിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ട്ടോ. 1 ടീസ്പൂൺ മതിയേ. ഇനിയിപ്പോൾ തീ ഓണാക്കി കൊടുക്കുക. നമ്മളിപ്പോഴാണ് തീ കത്തിക്കുന്നുള്ളൂ ട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക്, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് മാത്രം ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അലൂമിനിയം കുക്കറൊക്കെ ആണെങ്കിൽ തീരെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇനിയിപ്പോൾ അത് ഒന്ന് തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വേവണം. അതുപോലെ നല്ലോണം ഈ വെള്ളമൊക്കെ വറ്റുകയും വേണം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ പാകത്തിലാണ് ഉള്ളത്. നമ്മളിട്ട ഉള്ളിയോ ഇതോ ഒന്നും കാണൂല. ഒന്നും വഴറ്റി ഒന്നും ഇതാക്കൊന്നും വേണ്ട. അടുപ്പത്ത് കുറേ നേരം നിൽക്കൊന്നും വേണ്ട ട്ടോ. എളുപ്പമല്ല ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഇങ്ങനെ വറ്റിയതിന് ശേഷം ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1½ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ. നല്ല ഒന്നാം പാലെന്ന് പറയില്ല, അങ്ങനത്തെ പാലാണ് വേണ്ടത്. ഞാനിവിടെ പാല് തേങ്ങാപ്പൊടി കലക്കിയിട്ടാണ് എടുത്തത് ട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഫ്രഷ് തേങ്ങാപ്പാലായാലും അതുപോലെ തന്നെ പൊടി കലക്കുന്നതായാലും ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ പൊടിയാണ് എടുത്തത്. ഒരു 1½ കപ്പാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഇതിൽ ഗ്രേവിയൊന്നും അധികം ഇല്ല. ഇത് തിളയ്ക്കുന്നതനുസരിച്ച് നന്നായിട്ട് കുറുകി വന്നോളൂ ട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. നല്ല കട്ടിയിലുള്ള ഒരു കറിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ നെയ്യും എല്ലും ഒക്കെ ഉള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ചൂട് ആറുന്നതിനനുസരിച്ച് പിന്നെയും കട്ടിയാവുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ട്ടോ. ഇത് കുഞ്ഞി പാനാണ്. അതിലേക്ക് ഒഴിക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഉള്ളൂ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. ആ വെളിച്ചെണ്ണയിൽ ആ കുരുമുളക് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരണം ട്ടോ. നല്ലൊരു മണം ഉണ്ടാവും. ഇനി ഇതാ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളെ കറി ഇവിടെ, പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ് ട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറവായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് തീരെ എരിവ് ഉണ്ടാവില്ല, ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ. ഇനിയിപ്പോൾ അടുത്തത് പാൽപ്പത്തിരി ട്ടോ. ഒരു സ്പെഷ്യൽ പാൽപ്പത്തിരിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയത് ഒറോട്ടിപ്പൊടി. ഇത് വാങ്ങാൻ വേണ്ടി കിട്ടും ട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴും കമൻസ് ചോദിക്കണതാണ് ഇത് എവിടുന്നാണ് കിട്ടുകയെന്ന്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഒറോട്ടിപ്പൊടി എന്നുണ്ടാവും പേര്, അല്ലെങ്കിൽ പത്തൽ പൊടി എന്നാണ് ഉണ്ടാവുക. പത്തലാണ്, പത്തിരിയല്ല, പത്തൽ പൊടി. അപ്പോൾ ഒരു 3 കപ്പ് പത്തൽ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലുള്ള വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം ട്ടോ. തീരെ ചൂടുണ്ടാകാൻ പാടില്ല. കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തന്നത്. നേരിയ ചൂടുവെള്ളം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനൊരു അളവൊന്നുമില്ല, നിങ്ങൾ ഒഴിച്ച് നോക്കുക. പിന്നെ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 3 കപ്പ് പൊടി എടുത്തത്. അപ്പോൾ ഒരു 3, 4 പേരുള്ള വീട്ടിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ, ഇതിപ്പം ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിയൊക്കെ മതിയാവും ട്ടോ. ഇതിൽ 1 കപ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നല്ലോണം വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പൊടിയും കൂടിയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് പെട്ടെന്ന് കട്ടിയായി വരും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഞാൻ കുറേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. എന്നാലും നമുക്കിങ്ങനെ എടുത്താൽ ഇങ്ങനെ കോരി എടുക്കാനും പറ്റണം. ഇതാണ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് കാണിച്ചു തരാം. ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടി, അത്രയാണ് വേണ്ടി കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റും. എന്നാലും ഇത് വെള്ളം പോലെ അല്ലാനും ഈ ഒരു കട്ടിയിലാണ് വേണ്ടിയത്. ഇനിയിപ്പോൾ ഞാൻ വലിയൊരു തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മാക്സിമം വലുതെടുത്ത് വെക്കുക കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇനിയിപ്പോൾ അതിലേക്ക് ചൂടായി എന്ന് ഉറപ്പായാൽ അതിലേക്ക് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ മാവ് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതാ ആ പാനിൽ ഇങ്ങനെ ചുറ്റി ഓരോ തവി വെച്ച് കൊടുക്കുക. തവിയല്ല, സ്പൂണ്.
അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുത് ഒരു കുഞ്ഞി പത്തിരിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മേൽഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ മറിച്ചിടൽ ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ പത്തിരി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ ഈ കാണിച്ച കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾ കലക്കിയെടുക്കണം. ഇപ്പോൾ അത് ഓരോന്നോരോന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എണ്ണ നെയ്യൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ എണ്ണ പറ്റി കൊടുക്കണമെങ്കിൽ നെയ്യൊക്കെ പറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി നോക്കുക. ഓരോന്ന് ഇങ്ങനെ ഇളക്കാൻ കിട്ടിയാൽ അടിഭാഗം വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതുവരെ അത് ഇളക്കാൻ വേണ്ടി പറ്റൂല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി ഇളകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അടിഭാഗം വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് പൊന്തി വരും. ചിലതൊക്കെ പ്രസ് ചെയ്യാണ്ട് തന്നെ പൊന്തി വരും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുഞ്ഞി പത്തിരി ആണെങ്കിലും എല്ലാം നല്ല ബോൾ പോലെ പൊള്ളിയിട്ടാണ് വരിക കേട്ടോ. നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് കംപ്ലീറ്റ് മറിച്ചിട്ടാലും അത് പൊള്ളി വരും. അത് കംപ്ലീറ്റ് ഞെക്കി കാണിച്ചു തരുന്നതാണ്. എല്ലാം പൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തെന്നാണ് അർത്ഥം. നല്ല പത്തിരി നമ്മൾ സാധാരണ പൊടി കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന പത്തിലിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക. നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം പൊള്ളി വന്നാണ്. ഇനി നമുക്കിത് കല്ലിന്ന് എടുക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയെല്ലാം ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണേ. അപ്പോൾ എത്ര എളുപ്പമാണ് അല്ലേ. നമ്മൾ സാധാരണ പത്തിലുണ്ടാക്കൽ എങ്ങനെയാണ്, നമ്മൾ അരി അരച്ച് അല്ലെങ്കിൽ അരി അരക്കുന്നില്ലെങ്കിൽ പൊടി മാത്രം കലക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് പരത്തിയിട്ട് വേണ്ടേ ചുട്ടെടുക്കാൻ കല്ലിൽ വെച്ചിട്ട്. ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടല്ല. അപ്പോൾ പരത്തിയെടുക്കലൊക്കെ ഭയങ്കര പ്രയാസമാണ്. കുറേ നേരം കല്ലിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ലാസ്റ്റത്തെ ബാച്ചാണ് കേട്ടോ. ഞാൻ ചുട്ടെടുത്തതെന്ന് വെച്ചാൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു ഫ്രൈ പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ 2 എണ്ണത്തിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇത് ലാസ്റ്റ് ബാച്ചാണ്. അപ്പോൾ അതാണ്ട എല്ലാം നല്ല പൊള്ളി വരും. ഒറ്റൊന്നും പൊള്ളാത്തൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വേഗം ആവുകയും ചെയ്യും. കാരണം ചെറിയ കുഞ്ഞു പത്തിരല്ലേ. അപ്പോൾ അതിൽ കുറേ ഒന്നിച്ചങ്ങ് പോവുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് തന്നെ ചുട്ട് കാസ്ട്രോളാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെയാണ് പാൽപ്പത്തിരി ആക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞു പത്തിരി തന്നെ ആക്കണം. വലിയ പത്തിലാക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറിയ പത്തിലാക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി വെച്ചതാണ്. ഒരുപാടങ്ങ് ചൂടാക്കരുത്, ചെറിയ ചൂടാക്കിയിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ പാൽ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ എടുക്കണേ. ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത് വിളമ്പാന്ന് വെച്ചാൽ, വിളമ്പുന്നതിനെ തൊട്ട് മുന്നാണ് ഈ പാൽ ചേർത്ത് കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഒക്കെ പാൽ ചേർത്ത് കൊടുത്താൽ മതി. പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് അട്ടിക്കിട്ട് വെക്കരുത്. എല്ലാ പത്തിരിയിലേക്കും പാലെത്തുന്ന രീതിയിൽ കുറച്ച് വിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാ പത്തിലും ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കൂട്ടില്ല, ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ചൊന്നും പോരാ, നല്ലോണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ പത്തിരിൻ്റെ മേലെ അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഈ ഒരു പാലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. പാല് മേലെ വരുന്ന രീതിയിൽ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ആ പാലങ്ങ് വലിച്ച് കുടിക്കും ആ ഒരു പത്തിരി. പിന്നെ എക്സ്ട്രാ ആയിക്കഴിഞ്ഞാൽ മേലെ കാണും. ഇനിയിപ്പോൾ അതൊരു ചെറിയ ഫ്രൈ പാൻ ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയോട് കൂടിയിട്ട് ആ ഒരു കറിവേപ്പില ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ചൂടോട് കൂടി തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇതും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടോ. പാൽപ്പത്തിരി പല രീതിയിലുണ്ട് കേട്ടോ. മധുരമായിട്ട് ഉണ്ടാക്കുന്നതും അല്ലാണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് തരം പാൽപ്പത്തിരി ഉണ്ട്. ഇത് എൻ്റെ വേർഷനുള്ള ഒരു പാൽപ്പത്തിരിയാണ്. അതുപോലെ തന്നെ നമ്മളെ പാൽ കറിയും, പാൽ ബീഫ് കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പാൽ ബീഫ് കറിയും അതുപോലെ തന്നെ പാൽപ്പത്തിരിയും. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കാന്താരി മുളകൊക്കെ കിട്ടുമെങ്കിൽ അത് ഇട്ടിട്ട് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അത് വിളമ്പുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ആവശ്യമുള്ള പാൽപ്പത്തിരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാൽ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ബീഫ് കറിയും കൂടെ വിളമ്പാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതൊരു പുതിയാപ്പിളമാർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എന്ന് പറയുക ആ ഒരു രീതിയിലുള്ള പാൽപ്പത്തിരിയും അതുപോലെ തന്നെ പാൽക്കറിയാണ്. ഇനി ബീഫ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ ഒക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ബീഫ് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നോക്കി കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.